സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ ഒരു പുളിഞ്ചി. എരിവും മധുരവും പുളിയൊക്കെ ചേർന്ന നാടൻ രുചിക്കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സഹാരി കുക്കിങ്ങിൽ ഞാനിതെങ്ങനെ റെഡിയാക്കിയത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാനും സഹാരി കുക്കിംഗ് എന്ന എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ 150 ഗ്രാം അളവിൽ പുളി ഒന്ന് പൊതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അരിപ്പിയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നാരും കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുളിവെള്ളം മാറ്റി വെക്കാം. 100 ഗ്രാം അളവിൽ ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ഒരല്പം വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി ഇതാ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത ഇഞ്ചി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. എങ്കിലേ എല്ലാ സൈഡും ഒരുപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. ഈ സമയം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 കട്ട ശർക്കര ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്യാനും വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിൽ നിന്നും വെളിച്ചെണ്ണ ഒരല്പം പകുതിയോളം ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ പകുതിയോളം വെളിച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളിവെള്ളത്തിലേക്ക് എരിവും മധുരവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും അതുപോലെ 1/2 ടീസ്പൂണ് കടുകൊന്ന് ക്രഷാക്കിയതും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വെന്തൊന്ന് കുറുകി വരട്ടെ. ഞാനൊരല്പം നേരം മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പുളിവെള്ളമൊക്കെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പുളിയൊക്കെ കുറുകി പാകത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനിയും കൂടിയും ചേർത്തപ്പോൾ ഈ ഒരു പുളിഞ്ചിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. എരിവും ഒക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം. ആവശ്യമെങ്കിൽ ഇട്ടുകൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകും, മൺചട്ടി ആയതുകൊണ്ട് തന്നെ. ഇതിപ്പം കുറുകി പാകമായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാനും വേണ്ടിയിട്ട് നേരത്തെ ഞാൻ വെളിച്ചെണ്ണ മാറ്റി വെച്ചിരുന്നു ഇഞ്ചി വറുത്തെടുത്തപ്പോൾ. വറവിട്ടെടുക്കാൻ അതേ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് ഒരു 2 ഉണക്കമുളകും കൂടി ഒന്ന് കട്ടാക്കി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുളിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ അസൽ രുചിയിലൊരു പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുളിഞ്ചി മൺചട്ടി ചൂടാറി വരുമ്പോഴേക്ക് ഒന്നും കൂടി കുറുകി റെഡിയായിട്ട് കിട്ടും. തണുക്കും തോറും അതുപോലെ പഴകും തോറും ടേസ്റ്റ് കൂടുന്ന ഒന്ന് തന്നെയാണ്. ഇനി തീ ഓഫാക്കുന്നുണ്ട്. എരിവും പുളിയും മധുരമൊക്കെ കലർന്ന നാടൻ രുചിയിലൊരു സദ്യ സ്പെഷ്യൽ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.